ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോട്ടയംകാരുടെ സ്പെഷ്യൽ ഫിഷ് മോളിയും പാലപ്പവും തയ്യാറാക്കാം. 1.5 കപ്പ് പച്ചരി കുതിർത്തതാണിത്. അതിലേക്ക് ഒരു തവി ചോറും ഒരു മുറി തേങ്ങയും 2 സ്പൂൺ പഞ്ചസാരയും ഡ്രൈ ഈസ്റ്റ് 1/2 സ്പൂണും ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അരക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരയ്ക്കുക. വെള്ളം കൂടിപ്പോവരുത്. അരച്ചൊഴിക്കുന്ന പാത്രം കുറച്ച് വലിപ്പമുള്ളതായിരിക്കണം. പുളിച്ച് പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പാലപ്പത്തിൻ്റെ മാവ് റെഡിയായി. ഇനി നമുക്ക് ഒരു പത്തിരിക്കല്ല് അടുപ്പിൽ വെച്ച് എണ്ണ പുരട്ടി ഓരോ തവി മാവ് കണ്ടൊഴിച്ച് ചുട്ടെടുക്കാം. പാലപ്പത്തിന് ഓട്സ് പോലെ വന്നാൽ അത് മൂടി വെച്ച് ചുട്ടെടുക്കാം. പാലപ്പം റെഡി. ഇനി നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, ഇതെല്ലാം കൂടെ അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മീൻ പെരക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. മീൻ വറുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ പാൽ റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 3 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഇടുക. അതൊന്നും നല്ലപോലെ മൂത്ത് വരണം. ഈ കറി പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളാപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 6 പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും ചേർക്കാം. വലിയ ഉള്ളിയും ഒന്ന് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും ചേർക്കുക. എരിവ് ഒരിക്കലും കൂടിപ്പോവരുത്. കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റുക. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. പെരിഞ്ജീരകം പൊടിക്കുമ്പോൾ അതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് പൊടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ഇടുക. ഒരു ലെമൺ ജ്യൂസും ഒഴിക്കുക. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പാൽ ഒഴിക്കുക. അത് തേങ്ങയുടെ കട്ടിപ്പാലാണ്. അതിലേക്ക് മീൻ വറുത്ത് വെച്ചത് നിരത്തുക. മീനും കറിയെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തിളച്ച് വരണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
എല്ലാവരും പാലപ്പവും ഫിഷ് മോളിയും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോവരുത്. മീനും കറിയെല്ലാം ഒന്ന് പതച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. വളരെ ടേസ്റ്റിയായ ഫിഷ് മോളിയും പാലപ്പവും റെഡി.